Hi friends, welcome back to our channel Physics Tutorial. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിൻ്റെ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിൻറ്സും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോയിലേക്ക് പോയാലോ. Now we are going to discuss the important question answers and numericals of laws of motion. So the first question is state Galileo's law of inertia. എന്താണ് Galileo's law പറയുന്നത്? If net external force is 0, a body at rest continues to remain at rest and a body in motion continues to move with a uniform velocity. അതായത് നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാത്തിടത്തോളം എന്ത് ചെയ്യും? റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റ് ദാറ്റ് വിൽ ബി കണ്ടിന്യൂയിങ് ഇൻ റെസ്റ്റ് ആൻഡ് ഇഫ് എ ബോഡി ഈസ് മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി ദാറ്റ് വിൽ ബി മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓർ വിത്ത് ദ സെയിം വെലോസിറ്റി. അപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കില്ല? ഒരു ഒബ്ജക്റ്റിനും അതിൻ്റെ മൂവ്മെൻറ്റിന് മാറ്റം വരില്ല. സോ ദാറ്റ് ഈസ് ലോ ഓഫ് ഇനേർഷ്യ. ഒന്നും കൂടി പറയാം. ഇഫ് ദ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ്, ആ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഒരു ബോഡിയുടെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിനോ സ്റ്റേറ്റ് ഓഫ് മോഷനോ മാറ്റം വരൂ. അതാണ് അതിൻ്റെ കൺക്ലൂഷൻ. അതായത് ഇഫ് the net external force is 0, a body at rest continues to remain at rest and a body in motion continues to move with a uniform velocity. Okay, the next question is what do you mean by inertia of a body? എന്താണ് inertia എന്നുള്ളതാണ് question. Actually inertia എന്ന് പറഞ്ഞാൽ എന്താണ്? It is the inability of a body to ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ ബൈ ഇറ്റ് സെൽഫ്. അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഇനേർഷ്യയായി. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഇന്നെബിലിറ്റിയാണ് അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിനോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷനോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് എന്ത്? ഇനേർഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഡെഫിനിഷനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇഫ് ദ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഇസ് 0, എ ബോഡി അറ്റ് റെസ്റ്റ് കണ്ടിന്യൂസ് ടു റിമെയിൻ അറ്റ് റെസ്റ്റ് ആൻഡ് എ ബോഡി ഇൻ മോഷൻ കണ്ടിന്യൂസ് ടു മൂവ് വിത്ത് എ uniform velocity. This property of the body is called inertia, or simply we can say that the inability of a body to change its state of rest or of uniform motion by itself. Okay, the meaning of inertia is resistance to change. Resistance to change എന്നുള്ളതാണ് ഇനേർഷ്യയുടെ മീനിങ്. അത് നമുക്കൊരു എക്സാമ്പിളിൽ നിന്ന് വളരെ പെട്ടെന്ന് ക്ലിയർ ആവും. അതായത് രണ്ട് ടൈപ്സ് ഓഫ് ഇനേർഷ്യയാണുള്ളത്, ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആൻഡ് ഇനേർഷ്യ ഓഫ് മോഷൻ. സോ ഫസ്റ്റ് കേസിൽ ഇനേർഷ്യ ഓഫ് റെസ്റ്റിൻ്റെ കേസിൽ എങ്ങനെയാണ്? സപ്പോസ് എ പേഴ്സൺ ഈസ് സ്റ്റാൻഡിങ് ഇൻ എ സ്റ്റേഷനറി ബസ് ആൻഡ് ദ ഡ്രൈവർ സ്റ്റാർട്ട്സ് ദ ബസ് സഡൻലി. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ ഒരു സ്റ്റേഷനറി ആയിട്ടുള്ളൊരു ബസ്സിൽ നമ്മൾ നിൽക്കുകയാണ്. അത് പെട്ടെന്ന് ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? വി വിൽ fall backward അല്ലേ? വി വിൽ ഹാവ് എ ടെൻഡൻസി ടു fall backward. നമ്മൾ പെട്ടെന്ന് ബാക്കിലോട്ട് വീഴാൻ പോകും. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്? ഇറ്റ് ഈസ് ബിക്കോസ് ദ ലോവർ പാർട്ട് ഓഫ് ദ ബോഡി starts moving with the bus, okay, while the upper part tends to be at the state of rest due to inertia of rest. അതായത് നമ്മളെ ലോവർ പാർട്ട് ഓഫ് ദ ബോഡി എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ ബസ് ആണ് അല്ലേ? സോ ലോവർ പാർട്ട് എന്ത് ചെയ്യും? ബസ് മൂവ് ചെയ്യുമ്പോൾ അതിനൊപ്പം മൂവ് ചെയ്യാൻ തുടങ്ങും. പക്ഷേ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി എന്തായിരിക്കും? അത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. ദാറ്റ് മീൻസ് ഇറ്റ് റെസിസ്റ്റ് ദ ചേഞ്ച്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മൾ ബാക്ക് പോർഷൻ, അതായത് വി വിൽ ഹാവ് എ ടെൻഡൻസി ടു ഫോൾ ബാക്ക്വേർഡ്. നമ്മൾ ബാക്കിലോട്ട് വീഴാൻ പോകുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ എന്ത് പറയാം? ഇനേർഷ്യ ഓഫ് റെസ്റ്റ് കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മൾ ബസ്, അതായത് ഒരു സ്റ്റേഷനറി ബസ് പെട്ടെന്ന് മൂവ് ചെയ്യുന്ന സമയത്ത് വി വിൽ ഹാവ് എ ടെൻഡൻസി ടു മൂവ് ബാക്ക്വേർഡ്. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് പെട്ടെന്ന് മൂവ് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഇനേർഷ്യ ഈസ് ഇനേർഷ്യ ഓഫ് മോഷൻ. എന്താണ് ഇനേർഷ്യ ഓഫ് മോഷൻ? അതായത് ഒരു മൂവിങ് ബസ്സിൽ സപ്പോസ് എ പേഴ്സൺ ഈസ് സ്റ്റാൻഡിങ് ഇൻ എ മൂവിങ് ബസ് ആൻഡ് ഇഫ് ദ ബസ് suddenly stops, then what will happen? He will tend to fall forward. അതിൻ്റെ കാരണം എന്തായിരിക്കും? ലോവർ പാർട്ട് ഓഫ് ദ ബോഡി ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ ബസ്. ഓക്കെ, സോ that will come to rest while the upper part of the body tends to remain in motion due to inertia of motion. അതായത് ലോവർ പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ കാലിൻ്റെ പോർഷൻ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ ബസ് ആണ്. അപ്പോൾ
ബസ് പെട്ടെന്ന് സ്റ്റോപ്പ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, ദാറ്റ് ലെഗ്സ് ഓൾസോ വിൽ ബി ഹാവിങ് ദ ടെൻഡൻസി ടു കം ടു റെസ്റ്റ്. പക്ഷേ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി വിൽ ഹാവ് എ ടെൻഡൻസി ടു മൂവ് വിത്ത് ദ സെയിം വെലോസിറ്റി. അതായത് ബസ് മൂവ് ചെയ്തിരുന്ന അതേ വെലോസിറ്റിയോട് കൂടി മൂവ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് എന്തുണ്ടാവുക, നമ്മൾ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡിക്ക് ഉണ്ടാവുക. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ റെസിസ്റ്റ് ദ ചേഞ്ച്. അപ്പോൾ ആ ചേഞ്ചിനെ അത് എതിർക്കും. അതായത് പെട്ടെന്ന് അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇറ്റ് ഹാസ് എൻ ഇൻഎബിലിറ്റി ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മോഷൻ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് സാധാരണ എക്സാമ്പിൾസ് തന്നിട്ട് ചോദിക്കാറുണ്ട്. എന്താണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ ഇനേർഷ്യ ഓഫ് മോഷൻ, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ തന്നിട്ട് അത് ഏത് ടൈപ്പ് ഓഫ് ഇനേർഷ്യ ആണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇനേർഷ്യ ഓഫ് മോഷൻ ആകുമ്പോൾ എന്താണ്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബസ്സിൽ നിൽക്കുന്ന ഒരു പാസഞ്ചർ എന്ത് ചെയ്യും, ഹി വിൽ fall backward when the brake is applied because the upper part of the body will have a tendency to continue in the state of motion, but lower part of the body will come to rest. That is why the person has a tendency to move forward. The next question is state Newton's first law of motion or law of inertia. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോയുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ന്യൂട്ടൻ്റെ 3 ലോസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ തന്നെ പഠിച്ചിരിക്കണം. സോ ഹൗ വി ക്യാൻ സ്റ്റേറ്റ് ഫസ്റ്റ് ലോ, എവറി ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് or of uniform motion in a straight line unless compelled by some external force to change that state. അപ്പോൾ നമ്മൾ ഇനേർഷ്യ പറഞ്ഞു, അതുപോലെ തന്നെ ഗലീലിയോസ് ലോ ഓഫ് ഇനേർഷ്യ പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെയാണ് വരുന്നത്. അതായത് എല്ലാ ഒബ്ജക്റ്റും എങ്ങനെയായിരിക്കും, കണ്ടിന്യൂസ് ടു ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ. അതായത് ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ അത് എന്ത് ചെയ്യും, അത് റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇനി യൂണിഫോം മോഷനിലുള്ള ഒരു ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ കണ്ടിന്യൂ ഇൻ ദ സെയിം യൂണിഫോം മോഷൻ. ഏത് വരെയാണ് അത് കണ്ടിന്യൂ ചെയ്യുക, അൺടിൽ എൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് ആക്ടിങ് അപ്പോൺ ദാറ്റ്. അതായത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യാത്തിടത്തോളം കാലം എന്ത് ചെയ്യും, ദാറ്റ് വിൽ ബി കണ്ടിന്യൂയിങ് ഇൻ ദ സെയിം സ്റ്റേറ്റ്. അപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റിന് ചേഞ്ച് വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആവശ്യമാണ്. അതാണ് ഫസ്റ്റ് ലോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പറയുന്ന മറ്റൊരു പേര് ലോ ഓഫ് ഇനേർഷ്യ എന്നാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ തന്നെ പഠിച്ചിരിക്കുക. അതായത് എവറി ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ unless compelled by some external force to change that state. Next question is Newton's first law of motion describes dash. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ എന്തിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? യെസ്, ഇനേർഷ്യ. ഓക്കെ. The next question is define momentum. Momentum of a body which depends on 2 factors, mass and velocity. മാസിനെയും വെലോസിറ്റിനെയാണ് മൊമെൻറ്റം ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ മൊമെൻറ്റം ഓഫ് എ ബോഡി ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഓർ ഡിസ്ട്രോയ്ഡ് ഓൺലി ബൈ ദ അപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്. അതായത് ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമാണ് എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ, മൊമെൻറ്റം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് മാസും വെലോസിറ്റിയാണെന്ന് പറഞ്ഞു. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇറ്റ് വിൽ ബി മോർ ക്ലിയർ. അതായത് let us drop a light stone and a heavy stone from the top of a building. ഓക്കെ, അതായത് ഒരു ലൈറ്റ് സ്റ്റോണും ഒരു ഹെവി സ്റ്റോണും നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ നിന്നുകൊണ്ട് ഒരേ ഹൈറ്റിൽ നിന്നുകൊണ്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിച്ച് വൺ വിൽ ബി ഈസി ടു ക്യാച്ച്. അതായത് എ പേഴ്സൺ ഈസ് സ്റ്റാൻഡിങ് ഓൺ ദ ബോട്ടം ഓഫ് ദ ബിൽഡിംഗ് ആൻഡ് ഹീ ഈസ് ക്യാച്ചിങ് ദാറ്റ് stone. So which one will be easy? Yes, it is understood, right? The light stone will be easy to catch. Okay. അതുപോലെ തന്നെ സപ്പോസ് we are taking 2 bullets and one we throw with our hand and the other is fired from the gun. So which one will be easy to catch? ഏതായിരിക്കും ഈസി ആയിട്ടുള്ളത്? നമ്മൾ കൈകൊണ്ട് എറിയുന്നതാണ് അല്ലേ. അതിൻ്റെ റീസൺ എന്താണ്? കാരണം ബുള്ളറ്റ് കൊണ്ട്, അതായത് ഗണ്ണുകൊണ്ട് ഫയർ ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടുത്തെ വെലോസിറ്റി കൂടുതലാണ്, അപ്പോൾ അവിടെ കിട്ടുന്ന ഇമ്പാക്റ്റ് കൂടുതലാണ്. സോ ഇൻ ദ സെയിം വേ നമ്മൾ കല്ലിൻ്റെ കേസ് പറഞ്ഞു. അതായത് കല്ല് ഹെവി സ്റ്റോണും അതുപോലെ തന്നെ ലൈറ്റ് സ്റ്റോണും ആകുമ്പോൾ ഹെവി സ്റ്റോൺ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ അത് എന്ത് ചെയ്യും, വേദനിപ്പിക്കും അല്ലേ. സോ ദ ഇമ്പാക്റ്റ് ഈസ് മോർ if the mass is more and the impact will be more if the velocity is more. That means it has more momentum. ഓക്കെ, അപ്പോൾ മൊമെൻറ്റം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അതായത് മാസും വെലോസിറ്റിയും ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഒബ്ജക്റ്റിൻ്റെ മൊമെൻറ്റം ഈസ് ഓൾസോ ഇൻക്രീസിങ്. അപ്പോൾ നമുക്ക് മൊമെൻറ്റം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ, മൊമെൻറ്റം എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാം?
Momentum is the product of its mass m and velocity v. Okay, it is the product of mass and velocity and it is represented as p is equal to m into v. അതായത് p is equal to m into v is the momentum. The next question is state Newton's second law of motion. Write the mathematical expression. So this statement is also important. The rate of change of momentum of a body is directly proportional to applied force and takes place in the direction in which the force acts. അതായത് സെക്കൻഡ് ലോ പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത് അപ്ലൈഡ് ഫോഴ്സിന് പ്രൊപ്പോർഷണൽ ആണ്. ദാറ്റ് ഈസ് എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. ഓക്കെ, എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നതാണ് എന്ത്? സെക്കൻഡ് ലോ പറയുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ടേക്സ് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ ഫോഴ്സ് ആക്ട്സ്. അതായത് ഏത് ഡയറക്ഷനിലാണോ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ആ ഡയറക്ഷനിലായിരിക്കും എന്തുണ്ടാവുന്നത്? ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഉണ്ടാവുന്നത്. സോ എഫ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ആണ്, ഓർ എഫ് വിൽ ബി ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. സോ ദാറ്റ് ഇക്വേഷൻ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. The next question is why a seasoned cricketer draws his hands backwards during a catch. അപ്പോൾ എന്തുകൊണ്ടാണ് why they are doing like that? അതായത് അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് സെക്കൻഡ് ലോ വി നോ ദാറ്റ് എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി ആണ് അല്ലേ. സോ ഹിയർ വെൻ ഹീ ഈസ് ഡ്രോയിങ് ഹിസ് ഹാൻഡ്സ് ബാക്ക്വേർഡ് വാട്ട് വിൽ ഹാപ്പൻ? ദ ടൈം ഇൻ്റർവെൽ ടു സ്റ്റോപ്പ് ദ ബോൾ വിൽ ബി ഇൻക്രീസ്ഡ്. ഡെൽറ്റ ടി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ എഫ് വിൽ ബി ഡിക്രീസ്ഡ് ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഹേർട്ട് ഹിസ് ഹാൻഡ്സ്. So this equation you have to mention. അതായത് by Newton's second law f is equal to delta p by delta t or dp by dt. When he draws his hands backward, what will happen? Delta t increases and f decreases. So it does not hurt his hands. The next question is derive the equation of force from Newton's second law of motion. അതായത് എങ്ങനെയാണ് ഫോഴ്സിനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക ഫ്രം ന്യൂട്ടൺ സെക്കൻഡ് ലോ? അതായത് അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ വി ഹാവ് എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. ഓക്കെ, വേർ പി ഇസ് ഈക്വൽ ടു എം ഇൻറ്റു വി. ദാറ്റ് ഓൾസോ വി ഹാവ് സ്റ്റഡീഡ്. പി എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ആണ്, ദാറ്റ് ഈസ് എം ഇൻറ്റു വി ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് പിക്ക് പകരം എം വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വാട്ട് വി വിൽ ഗെറ്റ്? എഫ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എം ഇൻറ്റു വി എന്ന് എഴുതാം അല്ലേ. അതിൽ എം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് എം ഇൻറ്റു ഡി വി ബൈ ഡി ടി എന്ന് എഴുതിക്കൂടെ. ഇനി ഡി വി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ. സോ ഹൗ വി ക്യാൻ റൈറ്റ്? എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എ. ഓക്കെ, സോ എഫ് ഇസ് ഈക്വൽ ടു എം എ ഇസ് ദ ഇക്വേഷൻ ഓഫ് ഫോഴ്സ്. വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. So only within 2 steps we can derive the equation of force from Newton's second law. The next question is define Newton. How we can define 1 Newton? So that is the question. So Newton is the unit of force, right? So that is F is equal to m into a. Here we are giving a condition that m is equal to 1 kilogram and acceleration is equal to 1 meter per second square. അതായത് F is equal to ma എന്നുള്ളതിൽ മാസിന് 1 കിലോഗ്രാമും ആക്സിലറേഷന് 1 meter per second സ്ക്വയറും കൊടുത്തു കഴിഞ്ഞാൽ what will be the value of force? F is equal to 1 kilogram into 1 meter per second square. So that is equal to 1 Newton. So when m is equal to 1 kilogram and a is equal to 1 meter per second square, we are getting force as 1 Newton. So how we can define Newton? 1 Newton is that force which causes an acceleration of 1 meter per second square to a mass of 1 kilogram. That is 1 Newton is that force which causes an acceleration of 1 meter per second square to a mass of 1 kilogram. Clear? Hope it is clear to you. Now we can conclude the video. If you like the video, please like, share and subscribe. Thanks for watching.